ഓണക്കാലത്ത് വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ്. സർക്കാരിൻ്റെ കൃത്യമായൊരു ഇടപെടൽ വിപണിയിലില്ല എന്ന വിമർശനം അടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാം, പച്ചക്കറി, അരി, പഞ്ചസാര, നേന്ത്രപ്പഴം അങ്ങനെ എല്ലാത്തിനും വലിയ രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് എറണാകുളത്തെ മാർക്കറ്റിലാണ്. ചേട്ടാ, എങ്ങനെയാണ് വിലക്കയറ്റം ഉണ്ടോ? വിലക്കയറ്റം ചെറിയ തോതിൽ വിലക്കയറ്റമുണ്ട്. ഇപ്പോൾ ഇഞ്ചി 3 ഐറ്റം ഉണ്ട്. ഒരൈറ്റം 3000 രൂപ, ഒന്ന് 3500, 8100, അങ്ങനെ 3 ഐറ്റം ഇഞ്ചിയാണ് നിലവിലുള്ളത്. 3 മാസമായി വില കയറിയിട്ട് ഇതുവരെ വില കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഇഞ്ചിക്ക് വില വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഓൾഡ് 8500 ഉണ്ട്, നല്ല ഐറ്റം, ഫസ്റ്റ് ഐറ്റം. പിന്നെ അതിൻ്റെ താഴത്തേക്കെല്ലാം 60 രൂപ വില തന്നെയുണ്ട്. ഇപ്പം പച്ചമുളകിന് 16 രൂപ 18 രൂപ, എൻ്റെ അടുത്താണ് ഇപ്പോൾ 60 രൂപ. വെണ്ടക്ക 50 രൂപയാണ്. വെണ്ടയ്ക്കൊക്കെ നിസ്സാര പോലെ. കഴിഞ്ഞ ആഴ്ച 10 രൂപ പോലും ആർക്കും വേണ്ടാത്ത വെണ്ടയ്ക്കാണ്, ഇന്ന് 50 രൂപയാണ്. അതുപോലെ പച്ചക്കറി ഓരോ ഐറ്റംസ് എടുത്തു. അതുപോലെ പച്ചക്കറി നേരത്തെ എത്തേണ്ട മാർക്കറ്റാണ്. ഇന്ന് ഉത്രാടവും മണി 7-8 മണി കഴിഞ്ഞ് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി വരാൻ ട്രാഫിക് ജാമുണ്ട്, ഈ ചരക്ക് എത്താനുള്ള താമസമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഓണം എല്ലാവരും വയറ്റത്തടിക്കുന്ന ഒരു കണ്ടീഷൻ, തൊഴിലാളികളുടെയും പാവപ്പെട്ട സാധാരണക്കാരനെ. കാരണം ഒരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ അവൻ്റെ അണ്ടം കീറോ എന്നുള്ള വിധത്തിലാണ് നിൽക്കണേ. ഇപ്പം ഈ പഞ്ചസാരക്കും അരിക്കൊക്കെ വലിയ 80 മേളിലായിട്ടുണ്ടാവും. ഇന്നലെ 78ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച 60ആയിരുന്നു, ഇപ്പോൾ 80 മേളിലായി. സവാള 50 മേളിലേക്കായി. കാരണം ഓരോ ഐറ്റംസിന് ഉള്ളി 110 രൂപയായി. ഇപ്പോൾ ഹോൾസെയിലിന് കടയിൽ ചെന്നാൽ 100 രൂപ കിട്ടിയാലും ചില്ലറൊക്കെ എന്ന് കഴിഞ്ഞാൽ സാധാരണ ചില്ലറേ മേടിക്കുള്ളൂ. അപ്പോൾ 110-120 രൂപയാണ് ഉള്ളിക്കൊക്കെ വന്നത്. ഇപ്പോൾ എല്ലാം കൊണ്ടും പച്ചക്കറി ഐറ്റംസിനെല്ലാം നാടൻ പാവക്കാരെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഉള്ളിത്തീയൽ, ഇഞ്ചിക്കറിയൊക്കെ ഇപ്പോൾ സദ്യയിൽ നിന്ന് മാറിയിരിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ പല കറികളും ഒഴിവാക്കേണ്ടി വരും. കാരണം ഉരുളക്കിഴങ്ങൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പായസത്തിന് ഒക്കെ ഈ ഞാലിപ്പൂവൻ വരെ ഓണമാകുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ നിന്ന് പോകും. കാരണം ഇവർ കൊടുക്കണ വിലയ്ക്കില്ല, അമ്മയൊന്നും ചില്ലറ സ്ഥലത്ത് മേടിക്കണം. കാരണം ഇവർ ഹോൾസെയിലാണ്, ഹോൾസെയിലിൻ്റെ അനുസരിച്ച് അവർ കച്ചവടം. പക്ഷേ ചില്ലറ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ 60, 70 രൂപ, 80 രൂപ, 100 രൂപയൊക്കെ ഞാലിപ്പൂവത്തിന് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കണം. ഞാൻ കഴിച്ച 1/2 കിലോ മേടിച്ചിട്ട് 50 രൂപ എൻ്റെ 1/2 കിലോ ഞാലിപ്പൂവിനെടുത്ത്. ഇപ്പോൾ സാധാരണക്കാരൻ നട്ടിലൊടിക്കണ ഒരു ഓണമായിരിക്കും ഈ ഓണം. എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള വിലക്കയറ്റം തന്നെയാണ്. ക്യാമറമാൻ അഖിൽ ഷായോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.